ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലത്താണ്. അപ്പോൾ രാവിലെ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട്, അതായത് ടെനി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടെനി വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന്. പെട്ടെന്ന് ഞാൻ ചോദിച്ചു എവിടെ പോകുന്നത്. അപ്പം ഈ വേഷം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനൊരു ഡോഗിന് ട്രെയിനിങ്ങിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഷോ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ഡോഗിനെ കാണാനായിട്ട് പോകുമായിരുന്നു. അന്നേരമാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് നമുക്ക് അത്യാവശ്യം സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വണ്ടടിച്ച് എവിടെ പോകണമെന്ന് ചോദിച്ചുകൊണ്ട് അവർ പറഞ്ഞു നമുക്ക് കുട്ടിക്കാലത്താണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മെല്ലോയ്സിൻ്റെ പപ്പീസിനെ കാണാനായിട്ട് പോകാൻ പോകുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്ഥലത്തുണ്ട്. അപ്പോൾ മെല്ലോയ്സിൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഡോഗാണ്, ഇന്ത്യയിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഡോഗാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പപ്പീസിനെ അതിൻ്റെ മദറിനെ ഇപ്പോൾ തൽക്കാലം കാണാം. ഫാദറിൻ്റെ കാര്യം നമ്മൾ പറയാം. ഈ വീഡിയോയിൽ എന്തായാലും ഫാദർ നമ്മൾ അല്ലാതാണ് കാണിക്കുന്നത്, നേരിട്ട് നമ്മളെന്തായാലും കാണിക്കുന്നില്ല. അപ്പോൾ അതിനുള്ള സൗകര്യം നമുക്കിപ്പോൾ നിലവിലില്ല. അപ്പോൾ നമ്മളിപ്പോൾ കുട്ടിക്കാലത്ത് നിലവിലുണ്ട്. അവരവിടെ ഇപ്പോൾ ഉണ്ട്. അങ്ങോട്ട് കാണിച്ച് കേട്ടാ. അപ്പോൾ ഇതാണ് മദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉഷിരൻ ഡോഗാണ്, നല്ല ടെമ്പറമെൻ്റ് ആണ്. ഇങ്ങനെ കൂടിയിരിക്കുന്നത് നോക്കണ്ട, ആളെ കടിക്കുന്ന ഡോഗാണ്. ഇത് പപ്പിയാണ്. അപ്പോൾ ഈ ചേട്ടനാണ് നമ്മുടെ ഡോഗിനെ നോക്കുന്നതും ടേക്ക് കെയർ ചെയ്യുന്നതെല്ലാം. അപ്പോൾ നമുക്ക് ചേട്ടനോട് തന്നെ ഫസ്റ്റ് ചോദിക്കാം. അപ്പോൾ ഇതേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏബിൾ ബ്രോ നമ്മുടെ ഫ്രണ്ടാണ്, പത്തനംതിട്ടക്കാരനാണ്. അപ്പോൾ ഇദ്ദേഹം ഇവിടുന്ന് ഒരു പപ്പിയെ എടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ അതിനോട് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഈ ചേട്ടൻ ഇവിടെ ഉള്ളതാണ്. അപ്പം ചേട്ടൻ്റെ പേര് ആദ്യം പറഞ്ഞോ. റജി എന്നാണ് പേര്. ഓക്കെ. ഇവിടെ എങ്ങനെ കടിക്കും അല്ലേ? ആ ചേട്ടൻ്റെ പേര് മുരുകൻ. ഓക്കെ. പിന്നെ ഇദ്ദേഹത്തെ അറിയാലോ, നമ്മുടെ സ്വന്തം സഹചാരി ടെനി ബ്രോ കുതിരയുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പം നമ്മളെല്ലാം കൂടാണ് വന്നത്. പിന്നെ നമ്മുടെ ഇവിടെ ശംഭു ഉണ്ട്. അപ്പം നമ്മളെല്ലാം കൂടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മദറിനെ ഒന്ന് പരിചയപ്പെടാം. പപ്പീസിൻ്റെ ചേട്ടാ, മദറിൻ്റെ പേരെന്താ പപ്പിയുടെ? ബെല്ല എന്നാണ് പേര്. ഇപ്പൊ നമ്മുടെ ഈ പപ്പീസിന്റെ കറണ്ട് ഫാദർ ആരാണ്? അപ്പോളോ തന്നെയാണ്. ഫാദർ അപ്പോളോയാണ്. KNPV ലൈനിലുള്ള ഡോഗാണ്. പ്രൊട്ടക്ഷൻ ട്രെയിനിങ് കഴിഞ്ഞാണ്. പുറത്ത് ഇമ്പോർട്ടാണ്, ഡയറക്റ്റ് ഇമ്പോർട്ടാണ്. ഇതിന്റെ ഓണർ എന്ന് പറഞ്ഞാൽ തോമസ് മാത്യു ആണ്. പിന്നെ തോമസ് സാർ എനിക്കറിയാം അദ്ദേഹത്തെ. തോമസ് മാത്യു സാറാണ്. പത്തനംതിട്ടയാണ് പുള്ളിക്കാരന്റെ വീട്. പുള്ളിക്കാരന്റെ എസ്റ്റേറ്റ് ആണ് ഇവിടെ ഇപ്പോൾ നമ്മൾ നിലവിൽ നിൽക്കുന്നത്. ബദേൽ എസ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. പിന്നെ സാറിന്റെ ഒരു പെർമിഷൻ ഉള്ളതാണ് ഇവിടെ വരാൻ. ഓക്കെ, നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ നോക്കുമ്പോൾ മനസ്സിലാവും, അടിപൊളി ലൊക്കേഷനാണ്. അതേപോലെയുള്ള ഒരു വ്യക്തി നമുക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പെർമിഷൻ തന്നെ തന്നെ വളരെ നല്ല കാര്യമാണ്. ഞാൻ കേട്ടുള്ളൂ, അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എന്തായാലും അദ്ദേഹത്തെ കാണാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ എന്തായാലും ഏത് പപ്പിയാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്? ഫീമെയിൽ പപ്പിയാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഡോഗിന്റെ ഫുഡും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ട്രെയിൻഡ് ആണ്, പ്രൊട്ടക്ഷൻ ട്രെയിൻഡ് ആണ്. അതായത് ഒരാൾ എൻട്രി ചെയ്ത് വരുന്ന സമയത്ത് കഴിക്കാനായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളെന്തായാലും ഇരിക്കാൻ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാലും കേൾക്കുകയൊക്കെ ചെയ്യും. ഇപ്പം അത് നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുന്നതുണ്ടോ? പക്ഷേ ഭയങ്കര മാരക അഗ്രഷനാണ്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ എന്നെ കടിക്കും. ഒരിക്കലും പറയരുത് കേട്ടോ, ഒരിക്കലും പറയരുത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഫുഡും ബാക്കി രീതികളും ഒക്കെയാണ്. ഫുഡ് രാവിലെ റോയൽക്കാനും, പിന്നെ ഉച്ചയ്ക്ക് കോഴി. ഓക്കെ. വൈകിട്ട് ഇത് തന്നെ മീറ്റ് കൊടുക്കുന്നത്. റോയായിട്ടാണ് കൊടുക്കുന്നത്. 3 ട്രിപ്പായിട്ട്. ഓക്കെ. മറ്റേ വിറ്റാമിൻസുകൾ കൊടുക്കുന്നുണ്ട്. ഡെയിലി ട്രെയിനിങ് ഉണ്ടോ? ഡെയിലി എനിക്ക് പറ്റുന്നത്. അങ്ങനെ അത് നമ്മുടെ സ്ലീവ് ബൈറ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ. പപ്പീസ് ഇപ്പൊ എത്ര ദിവസമായിട്ടുണ്ട്? 2 മാസമായിട്ടുണ്ട്. ഓക്കെ. വാക്സിനേഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ 27-ാം തീയതി അടുത്ത വാക്സിനേഷൻ ചെയ്യും. വാക്സിനേഷന്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ ഒരു പപ്പിയെ ഞാൻ എന്റെ കയ്യിലോട്ട് എടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ട് പപ്പിയാണ് കേട്ടോ. ഇത് മെയിലാണോ അല്ലേ? ഓക്കെ. അപ്പൊ അപ്പോളോടെ ലൈൻസ് നമ്മളെ ഇവളുടെ ഫാദർ അപ്പോളോ അല്ലേ? ഈ അപ്പോളോ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ ഇരിക്കുന്ന ഹാൾഡന്റെ മകനായ അപ്പോളോയ്ക്ക് മുമ്പേ വേറെ അപ്പോളോ ഉണ്ടായിരുന്നു. ഇപ്പോൾ അപ്പോളോ എന്ന് പറഞ്ഞാൽ നോർവീജിയൻ ഇമ്പോർട്ട് KNPV ഡോഗാണ്. അതാണ് ഞാൻ ഇവിടെ ചോദിച്ചത്. ഓക്കെ. ആ അപ്പോളോയുടെ മകളാണ് ഈ കാണുന്ന
ഇത് പക്ഷേ ബെല്ല. അതേസമയം ഈ പപ്പ ഉണ്ട്, ഈ കറന്റ് പപ്പിയുടെ ഫാദർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള അപ്പോളയാണ്. അത് ട്രെയിനിങ് പ്രൊട്ടക്ഷന് NPV ലൈനിലുള്ള അപ്പോളയാണ്. എനിക്ക് ഇപ്പോൾ അപ്പോളയാണ് അറിയാവുന്നത്, ഓൾഡ് അപ്പോളോ എനിക്ക് അറിയില്ല, ക്ലാരിഫിക്കേഷൻ ചോദിച്ചത്. വർഷം പഴക്കമുള്ള ഡോഗാണ് അത്. ഓക്കെ, ഇപ്പൊ അതില്ല, മരിച്ചുപോയി. ഇപ്പൊ ഈ കളർ ഡ്യൂറോൺ കളർ, ഇത് മൊഹോഗണി എന്ന് പറയും ഈ കളർ. ഒരു ഡ്യൂറോൺ പപ്പിയുണ്ട്. അങ്ങോട്ട് നോക്കി, ഒരു ഡ്യൂറോൺ പപ്പിയുണ്ട്. അപ്പൊ ഈ മെൽനൈസ് അല്ലാതെ വേറെ ഡോഗ്സ് ഒക്കെ ഉണ്ട് ഇവിടെ? ഏതാണല്ലോ? മുതോൾ ഹൗണ്ട് ഉണ്ട്. ഓക്കെ, ഒരു കന്നിയുണ്ട്. ഓക്കെ, നമ്മൾ ഏത് എക്സ്റ്റേറ്റ് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും വാങ്ങിച്ചതാണല്ല. എല്ലാം നല്ല ലൈൻസിലുള്ള ഡോഗിനാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. നമുക്ക് ടെനിബ്രോഡ് ചോദിക്കാം, എങ്ങനെയുണ്ട് പപ്പിയെ കണ്ടിട്ട്? നല്ല രസം, ഇഷ്ടപ്പെട്ട കൺഫ്യൂഷൻ ആയി പോയില്ലേ? എനിക്ക് ഇങ്ങനത്തെ പപ്പീസിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ഞാൻ ശരിക്കും എന്റെ ലൈഫിൽ ഇത്ര നല്ല പപ്പീസിനെ ഞാൻ കണ്ടിട്ടില്ല. ഉള്ളത് പറയാമല്ലോ, പലയിടത്തും മെൽനൈസിനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ ഇത്ര ഹ്യൂജ് ആയിട്ട് വരുന്ന, അത് ഒന്നാമത്തെ കാര്യം അവരുടെ കെയറിങ്ങിന്റെ രീതിയാണ്. എന്തൊക്കെ പറഞ്ഞാലും തോമസ് സാറിന്റെ ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ പറയേണ്ടതാണ്. ഇത്രയും നല്ല ഡോഗ്സിനെ റേസ് ചെയ്തുകൊണ്ട് വരുന്നതിൽ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു അല്ലെ, ഇന്ത്യയിൽ തന്നെ വിരലിൽ എണ്ണാവുന്ന ഒരാളാണ് തോമസ് സാർ. പുള്ളിയുടെ ഇതില് ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും നല്ല ഡോഗ്സ് ഇവിടെ വരാനും ഇതുപോലെ പപ്പി ഉണ്ടാകാനും ഏറ്റവും നല്ല ഡോഗിനെ വേൾഡിൽ നിന്ന് തന്നെ പുള്ളി സെലക്ട് ചെയ്ത് ഇന്ത്യയിൽ എത്തിച്ചതിൽ പുള്ളിയൊക്കെ ഭയങ്കര ക്രെഡിറ്റ് ആണ്. നമുക്കത് അതൊക്കെ ഒരു ഭാഗ്യമാണ്, കാരണം ഇത്രയും നല്ല എബിലിറ്റി ഉള്ള ഡോഗിനെ കിട്ടാൻ, ഹ്യൂജ് ഡോഗ്സ് ഒരുപാട് കാണും, പക്ഷേ എബിലിറ്റി ഉള്ള ഡോഗിനെ കിട്ടാൻ കുറച്ച് പാടാണ്. അതുപോലെ നമ്മൾ കഷ്ടപ്പെട്ടാലും നമുക്ക് ഇപ്പോഴത്തെ അപ്പോളോടെ ലൈൻസ് വരുമ്പോഴത്തേക്കും അമേരിക്കയിൽ മറ്റേ നോർവേ നോർവീജിയനിൽ അവിടുത്തെ ഡിറ്റക്ടിങ് സ്ക്വാഡിലൊക്കെ ഉള്ള ഡോഗ്സ് ആണ്. അതായത് നമ്മുടെ ആർമഡ് ഫോഴ്സിലും എല്ലാം പാരമ്പര്യമായിട്ട് അവര് മിലിറ്ററിക്കാരാ, പട്ടാളക്കാരാ, പോലീസ് സ്പോർട്സ് ട്രെയിനിങ്ങിലും എല്ലാത്തും ഉണ്ട്, PSA ലും എല്ലാം ഉള്ള കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. ഓക്കെ, ഇവരുടെ എനിക്ക് ലൈൻസ് അവന്റെ വളരെ കുറവാണെന്ന് തോന്നുന്നു. അവന്റെ പപ്പീസിനെ കിട്ടണമെങ്കിൽ ഇച്ചിരി പാടാ. പക്ഷെ അവന്റെ ഗ്രാൻഡ് പപ്പീസ് ഒരുപാട് ഉണ്ട്. പക്ഷെ ഇത് ആൾക്കാർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഡയറക്റ്റ് അപ്പോളോയുടെ പപ്പീസിനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓണറിനെ മുട്ടിയെടുക്കാം, വേറെ ഇടനിലക്കാർ ആവശ്യമൊന്നുമില്ല. ഓക്കെ, പുള്ളി ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് ഇവർക്ക് വേണ്ടി എന്റെ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നമ്പർ നമുക്ക് കൂടെ ആഡ് ചെയ്ത് പോവാം. മതി. ഓക്കെ, നമുക്കിപ്പോ വർക്കിങ്ങിനായാലും ഷോയ്ക്കായാലും രണ്ടും ആപ്റ്റായിട്ടുള്ള പപ്പീസ് ആണ് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ അതെ ഇവനെ കണ്ട എനിക്ക് ഇവനെയാണ് ഒന്നും ഇഷ്ടപ്പെട്ടത് കേട്ടോ. കാരണം നേരത്തെ പറഞ്ഞ ഡ്യൂറോൺ ഇല്ലായിരുന്നു ഒരു സമയത്ത്, പക്ഷെ ഇപ്പൊ ഡ്യൂറോൺ ഇപ്പൊ എല്ലായിടത്തും ഒരുപാട് ആയിട്ടുണ്ട്. ബട്ട് ഇപ്പൊ മൊഹോഗണി കളർ വളരെ കുറവാണ് നമുക്ക് കാണാനായിട്ട്. അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവരെ.